ഒന്ന് പറഞ്ഞേ. AC ജനറേറ്ററും DC ജനറേറ്ററും. ഓക്കെ, അപ്പൊ നമുക്ക് സാറ് സ്ക്രീൻ ഷെയർ ചെയ്യാം, നോക്കാം. നമ്മള് AC DC അല്ലെ, അതായത് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞത് AC DC അല്ലെ, ഓർമ്മ ഉണ്ടല്ലോ. AC അറിയാം, DC അറിയാം. DC-നെ 2 ടൈപ്പ് ഉണ്ട്, ബാറ്ററി DC ഉണ്ട്, ജനറേറ്റർ DC ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, നമ്മള് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏതായിരുന്നു ആ ഭാഗം? ജനറേറ്റേഴ്സ്. ജനറേറ്റർ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്തായിരുന്നു? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡിവൈസ് ആണ്. നിങ്ങൾക്കറിയാം അല്ലെ, കറണ്ട് ഉണ്ടാക്കാനാണ് ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കാറ്, ആണല്ലോ. എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, generator is a device that converts mechanical energy into electrical energy by making use of electromagnetic induction. എന്താണ്? മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്തൊരു ഡിവൈസ് ആണ് ശരിക്കും ജനറേറ്റർ. എങ്ങനെ? ബൈ യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ അതിനർത്ഥം മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കറങ്ങുക അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഉള്ള എനർജിയാണ് മെക്കാനിക്കൽ എനർജി. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്നും കൂടെ പഠിക്കുന്നില്ല. മെക്കാനിക്കൽ എനർജി ഉദ്ദേശിക്കുന്ന കൈനറ്റിക് എനർജി അല്ലെ പൊട്ടൻഷ്യൽ എനർജി. മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈറ്റിൽ വെക്കുമ്പോൾ ഉള്ള എനർജിയാണ് ഇത്. കറങ്ങുക, തിരിയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെടും. അപ്പൊ അങ്ങനെയുള്ള കറങ്ങുമ്പോഴും തിരിയുമ്പോഴും അല്ലെ, അങ്ങനെ മൂവ് ചെയ്യുമ്പോഴും അല്ലെ ഒരു ഹൈറ്റിൽ ഉണ്ടാകുമ്പോൾ ഉള്ള എനർജിനെ എന്ത് ചെയ്യാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ ആണോ? അപ്പൊ ജനറേറ്റർ പാർട്സ് നോക്കാം. ജനറേറ്ററെ ആദ്യം ഞാൻ പഠിക്കുക. 2 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്, AC ഉണ്ട്, DC ഉണ്ട്. AC ജനറേറ്റർ ഉണ്ട്. AC ജനറേറ്റർ എന്തായിരിക്കും? AC ജനറേറ്റർ പ്രത്യേകത, AC ജനറേറ്റർ ഉണ്ടാക്കുക എന്തായിരിക്കും? AC ആയിരിക്കും, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഇനി DC ജനറേറ്ററോ? DC ആണ് ഉണ്ടാക്കുക, ഡയറക്റ്റ് കറണ്ട്. ഇതാണ് DC ജനറേറ്റർ. രണ്ടും കണ്ടാൽ ഒരേപോലെ ചെറിയ മാറ്റിടാൻ നമ്മൾ പഠിക്കാം. അപ്പോ AC ജനറേറ്ററിൽ നിന്ന് ഉണ്ടാകുന്നത് AC ആയിരിക്കും, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇതുപോലത്തെ കറണ്ട് ആയിരിക്കും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, നെഗറ്റീവ് വീണ്ടും പോസിറ്റീവിലേക്ക്, അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കറണ്ട്. പിന്നെന്തായിരുന്നു? EMF. EMF എന്ത് ചെയ്യും? ഇൻക്രീസും ചെയ്യും, ഡിക്രീസും ചെയ്യും. ഓക്കെ, അപ്പൊ EMF ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന ഒരു കറണ്ടാണ് AC ജനറേറ്റർ ഉണ്ടാക്കുക. ബാറ്ററി, അപ്പൊ ഈ ബാറ്ററി DC നമുക്ക് എന്തില്ല, ജനറേറ്ററിൽ പെടുന്നല്ല. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിടുന്ന സെല്ല് അല്ലെങ്കിൽ ബാറ്ററിന്ന് മാത്രം ഇങ്ങനത്തെ ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനത്തെ ഔട്ട്പുട്ട് നമുക്ക് എവിടുന്ന കിട്ടുക? ഈ ഔട്ട്പുട്ട് എവിടുന്ന കിട്ടുക? ബാറ്ററി അല്ലെ സെല്ലിൽ നിന്നൊക്കെ കിട്ടും. ജനറേറ്റർ ഉപയോഗിക്കുമ്പോ, DC ജനറേറ്റർ ഉപയോഗിക്കുമ്പോ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, പക്ഷെ എന്തായിരിക്കും? EMF ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്ന ഒരു കറണ്ട് ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ എന്തല്ല, ഡയറക്ഷൻ ചെയ്യുന്നില്ല. ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, ഡസ് നോട്ട് ചേഞ്ച്. ഇനിയിപ്പോ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? മോൾ ഭാഗം ഉണ്ടാവുന്നതിന് പകരം താഴെ ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, അതായത് പോസിറ്റീവിലേക്ക് കിടക്കുന്നില്ല അർത്ഥം. ഓക്കെ, ഇനി അതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിന്റെ പാർട്സ് എന്നുള്ളത് നോക്കാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടി രണ്ട് ജനറേറ്റർ ഉണ്ട് അല്ലെ. AC ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ മോട്ടോർ, ഇലക്ട്രിക്
മോട്ടോർ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇലക്ട്രിക് മോട്ടോർ എന്നുള്ള സാധനത്തിന് ചിത്രം നോക്കാം. കാര്യം ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നൂല, ഉണ്ടാകും ഏതാണ്ട് ഒരേപോലെ. പക്ഷെ ആദ്യം നിങ്ങളൊരു ചിത്രം ഇതുപോലത്തെ ടെക്സ്റ്റ് എക്സാമിന് ഇതുപോലെ ഒരു ചിത്രം തരിക ചെയ്യുക. എപ്പോഴും സ്ഥിരമായി കണ്ടിരുന്ന ചോദ്യം ഇതാണ്. ഇതുപോലെ ഒരു ചിത്രം തരും. ഫസ്റ്റ് ചോദ്യം ഐഡന്റിഫൈ ദ ഡിവൈസ്. എന്താണ്? ഐഡന്റിഫൈ ദ ഡിവൈസ്. അതാണ് ഫസ്റ്റ് ചോദ്യം. അന്നേരം ചിലപ്പോൾ ഒരു തന്നത് DC ജനറേറ്റർ ആയിരിക്കും. നിങ്ങൾ ഈ ഒറ്റ നോട്ടം കണ്ടപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ അതിനെ മോട്ടോറാക്കി എഴുതി, മോട്ടോറിന് എഴുതി. ഓക്കെ, മോട്ടോറിന് എഴുതി. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പം ബി ക്വസ്റ്റ്യൻ എന്തൊക്കെയാ അറിയോ? റൈറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് മോട്ടോറാന്നാണ് എ ക്വസ്റ്റ്യൻ എഴുതി. അപ്പോ നിങ്ങൾ മോട്ടോറിന്റെ എക്സ്പ്ലനേഷൻ പറയും. സി ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേറെ ഒന്നും കൂടി ചോദിക്കും. അപ്പോ ഇത് മൊത്തം 4 മാർക്ക് ആണ് വരിക. 4 മാർക്കും ഒറ്റയടിക്ക് പോകും. ഈ ചിത്രം നോക്കുന്നതിലെ പിഴവുകൊണ്ട് ഒറ്റയടിക്ക് 4 മാർക്ക് പോകുന്ന ചോദ്യമാണ്. സ്ഥിരമായിട്ട് SSLC വരും. കാരണം 4 മാർക്ക്, ആകെ 40 മാർക്ക് SSLC ഉണ്ട്. ഫിസിക്സ് 40 മാർക്കിലാ. A+ കിട്ടാൻ 36 വേണം. ഈ 40 മാർക്കിൽ നിങ്ങൾ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. വേറെ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ ഫുള്ളും ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ട് നിങ്ങൾ ഇത് ഫുൾ എഴുതി മറ്റേത് എഴുതാതെ വിട്ട്. കാരണം ഇത് ശരിയാണല്ലോ ധാരണയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക 36 മാർക്ക്. ഓൾറെഡി 4 മാർക്ക് പോയി. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 1/2 മാർക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്യും. അല്ലെ? സ്വാഭാവികമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ അറിയാത്ത ചോദ്യങ്ങളുണ്ടോ പോയി. 35 ഒരു നല്ലൊരു 35 A+ പോയി. ഓക്കെ, അപ്പോ അതിന് നിൽക്കണ്ട. A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒറ്റ ചോദ്യം തെറ്റിച്ചാൽ. മിക്കവാറും 4 മാർക്കിനായിരിക്കും ചോദിക്കുക. സ്ഥിരമായി കണ്ടുവരുന്ന 4 മാർക്കിന്. അപ്പൊ നോക്കേണ്ടത് ആദ്യം ഇത് മോട്ടോർ ആണോ ജനറേറ്റർ ആണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. മോട്ടോർ ആണോ ജനറേറ്റർ ആണോ? അത് നിങ്ങൾ എവിടെയൊക്കെ ആദ്യം നോക്കേണ്ടത്? അടിയിലായിരിക്കും. ഈ ഭാഗത്തേക്ക് നോക്കുക. രണ്ടുപേരുടെയും ഇലക്ട്രിക് മോട്ടോറിന്റെ അല്ലെങ്കിൽ 2 ടൈപ്പ് ജനറേറ്ററിന്റെയും അടിയിലേക്ക് നോക്കുക. ഇലക്ട്രിക് മോട്ടോറിന്റെ അവിടെ എന്തായിരിക്കും? സെൽ അല്ലെങ്കിൽ ബാറ്ററി. ചിലപ്പോൾ ഇത് ഒന്നേ വെക്കുള്ളൂ. ഇതല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ രീതിയിലും കാണുന്നുണ്ട്. എക്സാമിന് ചോദിച്ചു കാണില്ല, എന്നാലും പറയാം. ഇതിന് വരെ എന്താ ചെയ്യും? ഇവിടെ ഇങ്ങനെ ഒരു പെട്ടി പോലെ ഒരു പെട്ടി വരയ്ക്കും. ഇതേപോലെ ഒരു പെട്ടി വരയ്ക്കും. എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പവർ സപ്ലൈ. പവർ സപ്ലൈ എന്നൊക്കെ ഉണ്ടാവും. അതായത് കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി. അപ്പൊ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യാൻ എന്ത് വേണം? കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ജനറേറ്ററിന് കറണ്ട് അങ്ങോട്ട് കൊടുക്കണോ? വേണ്ട. അതാണ് അതിന്റെ ലോജിക്ക് കേട്ടോ. അപ്പൊ ജനറേറ്ററിന് ഈ ഭാഗമല്ല, ഇവിടെ സെല്ലിന് പകരം അല്ല, ബാറ്ററിക്ക് പകരം അല്ല, പവർ സപ്ലൈക്ക് പകരം വേറെ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പം ഗാൽവനോമീറ്റർ ഇങ്ങനെയുള്ള ഒരാളായിരിക്കും. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് അളക്കാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോ വോൾട്ട് മീറ്റർ ആയിരിക്കും. വോൾട്ട് മീറ്റർ. അല്ലെങ്കിൽ ഇനിയിപ്പം അമ്മീറ്റർ ആയിരിക്കും. ഓക്കെ, ജനറേറ്ററിന് ഈ 3 ആരെങ്കിലും ആയിരിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ലെങ്കിലും ജനറേറ്റർ തന്നെയാണ്. കറണ്ട് അങ്ങോട്ട് കൊടുക്കാൻ ജനറേറ്റർ നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് അല്ലെങ്കിൽ പവർ സപ്ലൈ ഇല്ലെങ്കിൽ ഇത് ഏതോ ഒരു ടൈപ്പ് ജനറേറ്റർ ആണ്. അപ്പൊ AC ഉണ്ട്, DC ഉണ്ട്. അതെങ്ങനെയാന്ന് നമുക്ക് അടുത്ത് പറയാം. അപ്പോ ഫിഗർ നോക്കുക. ഇതാണ് അതിന്റെ 3D വ്യൂ. 3.5A ആണ് അതിന്റെ 3D വ്യൂ. ശരിക്കും ഇങ്ങനെ ഉണ്ടാവുക, ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. 3.5A പോലെ. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് 3.5B ആക്കി എന്നുള്ളൂ കേട്ടോ. 3.5B ആക്കി. അപ്പൊ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. നോക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് ഇത്. AC ആണ് കേട്ടോ. AC മോട്ടോറാണ്. AC മോട്ടോർ, സോറി, AC മോട്ടോർ അല്ല, AC ജനറേറ്റർ. ഇത് AC ജനറേറ്റർ കേട്ടോ. DC ജനറേറ്റർ ചെറിയൊരു മാറ്റമുള്ളൂ സ്ട്രക്ചറിൽ, നമുക്ക് പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാ ഉള്ളത് കണ്ണൂർ നോക്ക്. ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോള്. അതായത് എന്താ? ഒരു മാഗ്നറ്റ് ഉണ്ട്, ഒരു ഫീൽഡ് മാഗ്നറ്റ്. 2 മാഗ്നറ്റ് അല്ല കേട്ടോ, ഒരു മാഗ്നറ്റിന്റെ തന്നെ 2 ഇതാണ് പോളുകളാണ് കേട്ടോ.
ഒറ്റ മാഗ്നറ്റ് അല്ലേ ഇവിടെ 3.5 നോക്കി ഉണ്ടോ, ഒറ്റൊരു മാഗ്നറ്റ് ആണ്. അതിന്റെ 2 പോളുകൾ ഉണ്ട്. ഏതൊക്കെ? സൗത്തും നോർത്തും. അതാണ്, അല്ല 2 മാഗ്നറ്റ് അല്ല. അപ്പൊ ഒരു ഫീൽഡ് മാഗ്നറ്റ്. ഇതാണത് ഫീൽഡ് മാഗ്നറ്റ്സ്. ഓക്കെ അല്ലോ. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇവിടെ നടുവിൽ ഇവിടെ എങ്ങനെ ഒരു സാധനം കാണാം. നടുവിലൊരു നമ്മളൊരു കീന്റെ ഷേപ്പിലൊക്കെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് കുറച്ച് നീട്ടിയൊരു സാധനം കാണാം അല്ലെ? അങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ? ഇതാ ഇവിടെ ഉള്ളതാ, ഇവിടെ ഈ സാധനം ഇങ്ങനെ വരുന്നേ കണ്ടില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. എന്താണ്? ആർമേച്ചർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആം എന്ന് പറഞ്ഞാൽ എന്താ? ആം എന്ന് പറഞ്ഞാൽ എന്താ? കൈ. ആ അർത്ഥം തന്നെ കേട്ടോ, ആർമേച്ചർ. ആർമേച്ചർ. ഈ ആർമേച്ചർ റെക്ടാങ്കുലർ ഷേപ്പിലാണ് അല്ലെ? ഓൾമോസ്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിലാണ് ആണല്ലോ. ഇപ്പൊ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ആർമേച്ചർ രണ്ടാമത്തെ ഭാഗം. പോരാത്തതിന് ഈ ആർമേച്ചറിന് പ്രത്യേകത ഉണ്ട്. അത് ഇവിടെ ഫിക്സ് ചെയ്ത ഒരു ആക്സിസ് ലൈൻ കടന്നോണ്ടോ? അതവിടെ ഇല്ല, അതൊരു ഇമാജിനേഷനാ. അതിനെന്താ പറ്റും? ഈ ആക്സിസിന് ചുറ്റും കറങ്ങാൻ പറ്റും അല്ലെ? ഇയാൾക്ക് ഇങ്ങനെ കറങ്ങാൻ പറ്റും, അവിടെ ഇരുന്ന് തിരിയാൻ നിന്ന് അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഇതാ ഇങ്ങനെ ആക്സിസ് പോകും. ഇങ്ങനെ ആക്സിസ് പോകുന്നുണ്ട് കേട്ടോ, അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. അത് ഒരു ഇമാജിനേഷൻ ലൈൻ ആട്ടോ ആക്സിസ്. അതിന് ചുറ്റുമാണ് കറങ്ങാൻ. മനസ്സിലായില്ലേ? 3D ആയിട്ട് ഇമേജ് ചെയ്യണേ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ രണ്ട് ഭാഗങ്ങൾ പഠിച്ചു. ഏതൊക്കെ? ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്സ്, പിന്നെ ആക്സിസ്. ആക്സിസ് എന്താ പറഞ്ഞേ? കറങ്ങാൻ. ആർമേച്ചർ റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. എന്താണ്ടോ ഇങ്ങനെ കറങ്ങും. റൊട്ടേറ്റ് അബൌട്ട് ആക്സിസ്. അതൊരു പാർട്ടല്ല, അതൊരു സയൻസ് പഠിക്കാനുള്ളൂ. പിന്നെ ഇമ്പോർട്ടന്റ് ഭാഗം എന്താണ്ടോ? ഇവിടെ 2 റിങ്, 2 മോതിരം പോലത്തെ 2 ഭാഗങ്ങൾ കാണാൻ. 2 മോതിരം പോലത്തെ ഭാഗങ്ങൾ കാണാം. ഉണ്ടോ? വിളിക്കുന്ന പേരെന്താണ്? വെറും റിങ് അല്ല, സ്ലിപ്പ് റിങ്സ്. പഠിച്ചോ? സ്ലിപ്പ് റിങ്സ്. ഇതാ ഇവിടെ ഒരു R1 R2 ഇതാണ് സാധനം. R1 R2 2 റിങ്ങുകള് മെറ്റലിന്റെ റിങ്ങുകളായിരിക്കും. മെറ്റാലിക് സർക്കുലർ റിങ്സ്. സ്ലിപ്പ് റിങ്സ് എന്നാട്ടോ പേര്. കറക്റ്റ് റിങ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഇതിൽ പഠിക്കാനില്ല. മെറ്റലിന്റെ റിങ്ങുകളാണ്. അടുത്തത് ബ്രഷാണ്. നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് അല്ല, ഇത് വേറെ ബ്രഷ്. എന്താ അറിയോ? ഉറപ്പിച്ച് നിർത്താനാ. ഈ റിങ്, ഈ ആർമേച്ചർ കറങ്ങുമ്പോ ആരും കറങ്ങും? ഈ റിങ്ങും കറങ്ങും. അപ്പൊ ആ റിങ് അവിടെ ഉറപ്പിച്ച് നിർത്തുന്ന ആളാണ് ആര്? ബ്രഷ്. ആ ബ്രഷ് ഉണ്ടാക്കിയത് ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാ അധികം ഉണ്ടാക്കാൻ. ഗ്രാഫൈറ്റ്, കാർബണായ ഗ്രാഫൈറ്റിനെ കൊണ്ട് ഉണ്ടാക്കണം ബ്രഷ്. B1 B2. മനസ്സിലായല്ലോ? 3 പാർട്സ് ആണ്. ഇത് ഇതിന്റെ പാർട്സ് ആയിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം. ഇത് ഗാലനോമീറ്റർ ആണ്. ഗാലനോമീറ്റർ പകരം ഇങ്ങനെ വെക്കാം. ഇനിയിപ്പോ അതിന് പകരം വേണമെങ്കിൽ വോൾട്ട് മീറ്റർ വെക്കാം അവിടെ. അത് എന്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 3 പാർട്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാല് നോർത്ത് സൗത്ത് പോലുള്ള അതൊരു ഫീൽഡ് മാഗ്നറ്റ്, സ്ട്രോങ് ഫീൽഡ് മാഗ്നറ്റ്. രണ്ടാമത്തെ പാർട്ട് ഏതാ? ആർമേച്ചേഴ്സ്. അവിടെ ആർമേച്ചേഴ്സിന്റെ പ്രത്യേകത എന്താ? മെറ്റാലിക് റെക്ടാങ്കുലർ ആർമേച്ചർ വിച്ച് റൊട്ടേറ്റ് അബൌട്ട് ആക്സിസ്. അങ്ങനെ തന്നെ പറയാം. അപ്പോ ആർമേച്ചർ ഈസ് എന്താണ്? ആർമേച്ചർ ഈസ് എ റെക്ടാങ്കുലർ ആം വിച്ച് റൊട്ടേറ്റ് അബൌട്ട് ആക്സിസ്. അങ്ങനെ പഠിച്ചാൽ മതി. കാണാൻ പഠിക്കുന്ന വേണ്ട, എന്താന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെന്താ? സ്ലിപ്പ് റിങ്സ്. 2 മെറ്റാലിക് സ്ലിപ്പ് റിങ്സ് വിച്ച് ക്യാൻ റൊട്ടേറ്റ്. 2 റിങ്ങുകൾ. പിന്നെന്താ? 2 ഗ്രാഫൈറ്റ് ബ്രഷസ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. ഗ്രാഫൈറ്റ് പഠിച്ചില്ലേ? കെമിസ്ട്രി കേട്ടിട്ടുണ്ടാവും. നല്ല ഉറപ്പുള്ള മെറ്റീരിയലാ ഗ്രാഫൈറ്റ്. അങ്ങനെ തേയൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 2 ഗ്രാഫൈറ്റ് ബ്രഷസ് വിച്ച് ഹോൾഡ് സ്ലിപ്പ് റിങ്സ്. അത്രേ ഉള്ളൂ പാർട്സ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഈ പേര് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മള്. ഇവിടെ ഈ
4 ആമുകളുണ്ട്, 4 കൈകളുണ്ട് ആർമേച്ചറിന്. ഒന്നാമത്തെ കൈ എ ബി. ഇനി അടുത്തത് ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കാണ്. ഇവിടെ പേരെന്നാണ് അല്ലേ, 4 കൈകളുണ്ട്. ഒന്നാമത്തത് എ ബി, രണ്ടാമത്തെ കൈ ബി സി, മൂന്നാമത്തെ കൈ സി ഡി, നാലാമത്തെ കൈ ഇങ്ങനൊക്കെ ആണെങ്കിലും നമ്മൾ എന്തായാലും എടുക്കും, ഡി എ ആയിട്ട് എടുക്കും കേട്ടോ. ഡി എ നാലാമത്തെ കൈ ഉണ്ട്, ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചുറ്റിട്ടാണെങ്കിലും തൽക്കാലം അങ്ങനെ. അപ്പൊ 4 കൈകളുള്ള ആർമേച്ചർ ആണ് എ ബി സി ഡി. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണുള്ളത്, പേടിക്കണ്ട. പേരുകൾ കൊടുത്തതാ. എ ബി സി ഡി എന്താ, എ ബി സി ഡി ആർമേച്ചർ ആണ്. ആർമേച്ചർ. B1 B2 ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ്. R1 R2 എന്ത് റിംഗ് ആണ്, റിംഗ് എന്ന് എഴുതരുത്, സ്ലിപ്പ് റിംഗ് തന്നെ എഴുതണം കേട്ടോ. സ്ലിപ്പ് റിംഗ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അടുത്ത ഇതിപ്പോ ഏത് ജനറേറ്ററാ, എ സി. ഉറപ്പിച്ചല്ലോ. എ സി ജനറേറ്റർ പാർട്സ് ഒക്കെ മനസ്സിലായല്ലോ. ഇതിലെന്താ ഡൗട്ട് ഉണ്ടോ? ഡയറക്റ്റ് ഇപ്പൊ ചോദിക്കട്ടോ. ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഉത്തരം പറയും. ഇതാണ് അത് രണ്ടും തന്നെ. ഇതാണ് ഡി സി ജനറേറ്റർ. എന്താണ് മാറ്റമുള്ളത്? കണ്ടിട്ടൊക്കെ ഒറ്റമുള്ളതിലൊക്കെ ഒന്ന് തന്നെ. എന്താ മാറ്റമുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. റിങ്ങില് വ്യത്യാസം ഉണ്ട് അല്ലെ. റിംഗ് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ റിംഗ് ഒന്നുമില്ല, നടു മുറിഞ്ഞു പോയ റിംഗ് ആയിപ്പോയി. അപ്പോ ഈ റിങ്ങിനെ ബാക്കിയൊക്കെ സെയിം. ഇതാരാ, ഫീൽഡ് മാഗ്നറ്റ്. ഇതാരാ, ആർമേച്ചർ എ ബി സി ഡി. ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ് ഒക്കെ ഒന്ന് തന്നെ. ഈ റിങ് മുറിഞ്ഞു പോയ റിംഗ് ആണ്. അതിനെന്താ വിളിക്കുക, സ്പ്ലിറ്റ് റിങ്സ് എന്നാണ് വിളിക്കുക. അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ ആണോ? അപ്പൊ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും എന്താണ് ഡിഫറൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ എന്താണ്, ഔട്ട്പുട്ട്. എ സി ജനറേറ്ററിൽ ഔട്ട്പുട്ട് എ സി ആയിരിക്കും, ഡി സി ജനറേറ്ററിൽ ഔട്ട്പുട്ട് ഡി സി ആയിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ് എന്താ, എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണ് ഉള്ളത്, ഡി സി ജനറേറ്ററിൽ എന്താ ഉള്ളത്, സ്പ്ലിറ്റ് റിംഗ് ആണുള്ളത്. ഈ ഡിഫറൻസ് ആണ് കേട്ടോ. ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സി ജനറേറ്റർ ആൻഡ് ഡി സി ജനറേറ്റർ. ഒന്നാമത്തെ എന്താ, അവർ തരുന്ന ഔട്ട്പുട്ട് തന്നെ. എ സി ജനറേറ്റർ എ സി ആയിരിക്കും പുറത്ത് വരിക, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും പുറത്തേക്ക് വരിക. ഇതോ ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. രണ്ടാമത്തെ ഡിഫറൻസ് സ്ട്രക്ചറിലാണ്. സ്ട്രക്ചറിലായ ഡിഫറൻസ് ഒന്ന്, മറ്റേ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആയിരിക്കും, ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി വർക്കിംഗ് ഒക്കെ പഠിക്കണം, നമുക്ക് വർക്കിങ്ങിലേക്ക് കടക്കാനുണ്ട്. ഇതിനെ പറ്റി ഐഡിയ ആയോ? ഓക്കെ. അപ്പൊ അവിടെ പാർട്സിന്റെ ഭാഗം വെറുതെ വായിച്ചു. The parts of AC generator. Magnet that create magnetic flux in the generator. Magnetic flux എന്നാൽ magnetic field തന്നെ കേട്ടോ. അടുത്ത armature, an arrangement of insulated conducting wire wound on soft iron core. This can be made to rotate about an axis. അതായത് ഉണ്ടാക്കിയത് സോഫ്റ്റ് അയൺ കൊണ്ടാണ്, സാധാ അയൺ അല്ല. കുറച്ചുകൂടി സോഫ്റ്റ് അയൺ എന്നുള്ളത് നല്ല കറണ്ട് കടത്തി വിടുന്ന അയൺ ആണ് സോഫ്റ്റ് അയൺ. പെട്ടെന്ന് അതിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പുറത്ത് ഇൻസുലേഷൻ ഒക്കെ ഉണ്ടാവും, ഉള്ളിൽ എന്തുണ്ടാവും, വയേഴ്സ് ഉണ്ടാവും. പിന്നെ ഉള്ളത് സ്ലിപ്പ് റിംഗ്, മെറ്റൽ റിംഗ്സ് വിച്ച് ആർ വെൽഡഡ് ടുഗദർ വിത്ത് ആർമേച്ചർ കോയിൽ. ദേ റൊട്ടേറ്റ് അലോങ് വിത്ത് ആർമേച്ചർ ഓൺ ദ സെയിം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആസ് ആർമേച്ചർ. അതായത് ആർമേച്ചർ എങ്ങോട്ടാണോ കറങ്ങുന്നത് അവിടെ കാര്യം കറങ്ങും, സ്ലിപ്പ് റിംഗും കറങ്ങും. ആർമേച്ചർ കറങ്ങുന്ന അതേ സൈഡിലേക്ക് എന്ത് ചെയ്യും, സ്ലിപ്പ് റിംഗ് അതേപോലെ കറങ്ങും. But the brushes, they are arranged which always make contact with the slip ring. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പണി എന്താ, ഇയാളെ ഉറപ്പിച്ചു നിർത്താനാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, കറണ്ട് ഇവിടെ ആർമേച്ചറിൽ ഉണ്ടാവും കേട്ടോ. കറണ്ട് ഇവിടെ ആർമേച്ചറിൽ ഉണ്ടാവും. നമ്മൾ കറണ്ട് ഉണ്ടാവില്ലേ, ആ കറണ്ട് ആർമേച്ചറിൽ ഉണ്ടാവുക. ഈ കറണ്ട് ഈ ബ്രഷ് വഴിയാണ് പുറത്തേക്ക് വരിക. ബ്രഷ് വഴി പുറത്തേക്ക് വരും. ഈ ബ്രഷ് വഴിയാണ് കറണ്ട് പുറത്തേക്ക് വരിക കേട്ടോ. അതിന്റെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. പ്രധാന ഫംഗ്ഷൻ ഈ സ്ലിപ്പ് റിംഗിനെ അവിടെ ഉറപ്പിച്ചു നിർത്താന്. കൂടെ എന്താണ്, കറണ്ട് കംസ് ഔട്ട് ത്രൂ, അല്ലെ കറണ്ട് ഫ്ലോസ് ഔട്ട് ത്രൂ ബ്രഷസ്. കറണ്ട് ഫ്ലോസ് ത്രൂ ദം ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. പുറത്തെ സർക്യൂട്ടിലേക്ക് പോവുക ഇതെന്നാണ്.
ഇനി ചെയ്യുന്ന പരിപാടികൾ നോക്കാം. അപ്പൊ നമ്മൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് പറയട്ടെ? വർക്കിംഗ് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും ആദ്യം കേൾക്കുമ്പോ. പറഞ്ഞു മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. അപ്പൊ ഫോളോ ചെയ്യട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ കറങ്ങാൻ പറ്റുന്ന ആരാള്? നമ്മൾ ഓൾറെഡി കറങ്ങാൻ പറ്റുന്ന ആരാള്? ഈ ആർമേച്ചർ കോയിലേ. നമ്മൾ എന്ത് ചെയ്യുക അറിയോ? വേറെ എന്തെങ്കിലും വഴി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യും? കറക്കും. ആർമേച്ചർ കോയിലെ നമ്മൾ കറക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ആർമേച്ചർ കോയിലിനെ കറക്കും. അതിന് പല വഴികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡാമിലൊക്കെ നമ്മൾ ഡാമുകളിൽ വെള്ളം ഉണ്ടാക്കുന്നില്ലേ? അവിടെ എന്തായിരിക്കും അറിയോ? ഡാമിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഡാം വലിയ ഉയരത്തിലായിരിക്കില്ല, വെള്ളം ഒരുപാട് കെട്ടി നിർത്തിയിട്ടുണ്ടാവും. ആണല്ലോ. അതിന്റെ അടിഭാഗത്ത് നിന്ന്, ഡാമിന്റെ അടിഭാഗത്ത് നിന്ന് താഴത്തേക്ക് വലിയ പൈപ്പ് പോകും. കറണ്ട് ഉണ്ടാക്കുന്നതിന് ഡാമിന്റെ അവിടെ അല്ല കറണ്ട് ഉണ്ടാക്കുക. അറിയോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് പഠിക്കാൻ അടുത്ത ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഡാം അല്ല, ഒരുപാട് വെള്ളം വലിയ കുന്നിന്റെ മുകളിലൊക്കെ ഉണ്ടാവുക, കെട്ടി നിർത്തും. അപ്പൊ അവിടെ വലിയ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഹൈ പൊട്ടൻഷ്യൽ എനർജി വാട്ടർ ഉണ്ടാവും. താഴത്തേക്ക് ഒഴുകും, നല്ല ഫോഴ്സിൽ വേണമെങ്കിൽ ഒഴുകും. നമ്മൾ എന്താക്കും? ഇതിനെ താഴത്തേക്ക് നല്ല ഫോഴ്സിൽ ഇങ്ങനെ ഒഴുകും. വലിയ പൈപ്പ്, ചെറിയ പൈപ്പ് ഒന്നല്ല, വലിയ പൈപ്പുകൾ. പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയാം. പെൻസ്റ്റോക്ക്. ഡാമിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കുള്ള പൈപ്പ് വേണം പെൻസ്റ്റോക്ക്. വലിയ പൈപ്പാണ്, അതിലൂടെ കൂടി ലോറി വരെ പോകും. അത്രയും വലിയ പൈപ്പുകളായിരിക്കും. അങ്ങനെ ആ പൈപ്പ് പൈപ്പിലൂടെ നല്ല ഫോഴ്സിലാണുള്ള വെള്ളം വരിക അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്യും? ഈ കറണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടേക്ക് എത്തുമ്പോൾ ഇതിന്റെ വീതി കൊണ്ട് കുറയ്ക്കും, നോസിലാക്കും. നമ്മൾ ഹോസിന്റെ വീതി കുറയ്ക്കുന്ന പോലെ അവിടെ എന്ത് ചെയ്യും? നോസിലായിട്ട് വെള്ളം കൊടുത്ത് പുറത്തേക്ക് വെള്ളം എന്ത് ചെയ്യും? നല്ല സ്പ്രേ ചെയ്യും. പുറത്തേക്ക് നല്ല ഫോഴ്സിൽ വെള്ളം നല്ല ഫോഴ്സിൽ സ്പ്രേ ചെയ്യും. ഭയങ്കര ഫോഴ്സ് ആയിരിക്കും അല്ലെ? നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ ഹൈറ്റ് നിന്ന് അത്രയും വലിയ വെള്ളം വരുന്നു, നല്ല ഫോഴ്സ് ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വലിയ ഫാനുകൾ കൊടുക്കും. വലിയ കറങ്ങാൻ കഴിയുന്ന ഫാന് പോലത്തെ സാധനങ്ങൾ കൊടുക്കും. ഈ ഫാനുമിലേക്കാണ് ഈ വെള്ളം ചീറ്റുക. ആണല്ലോ. ഈ ഫാനിനെ വിളിക്കുന്ന പേരാണ് ടർബൈൻ. വലിയ ഫാനായിരിക്കും, ചെറിയ ഫാനൊന്നല്ല. അപ്പൊ എന്ത് ചെയ്യും? വെള്ളം ചീറ്റുമ്പോ എന്ത് ചെയ്യും? ഈ ഫാന് കറങ്ങല്ലോ. കറങ്ങല്ലേ? അല്ല, ഫോഴ്സിൽ വെള്ളം വരികയല്ലേ? ഫാൻമേൽ വെക്കുമ്പോ എന്ത് ചെയ്യും? ടർബൈൻസിൽ വെള്ളം പോകുമ്പോൾ ടർബൈനിൽ കറങ്ങും. ആ കറങ്ങുന്ന ഫാനിന്റെ ഭാഗം എന്ത് ചെയ്യും? നമ്മള് ഇതുപോലുള്ള ഈ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഫാൻ കറങ്ങുമ്പോ ഫാന് കറങ്ങും. അപ്പൊ നമുക്ക് എന്താ ആവശ്യം? ഇയാളെ കറക്കണം. ഇയാളെ കറങ്ങിയാൽ ഇവിടെ കറണ്ട് ഉണ്ടാവും. അതെങ്ങനെയാ നമ്മൾ പറയാൻ പോകും. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതല്ലാതെ, ഇപ്പൊ വെള്ളം ഉപയോഗിച്ചിട്ടല്ലാതെ വേറെയും പല ടൈപ്പ് കറണ്ട് ഉണ്ടാക്കാൻ നമുക്ക് പറയാം. അപ്പൊ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം അല്ലെ മെത്തേഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ആർമേച്ചർ കോയിലിനെ ആക്സിസിന് അബൌട്ട് റൊട്ടേറ്റ് ചെയ്യും, തുടർച്ചയായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ആണല്ലോ. ഓക്കെ, അത് ഓക്കെ. ഇനി നോക്കാം എന്തായിരുന്നു, ജസ്റ്റ് ഒരു റിമൈൻഡർ. ഇതെന്താ വായിക്കുക? ഒന്ന് വായിച്ചേ. Whenever there is a change in magnetic flux linked with a coil, an EMF is induced in the coil. This phenomena is known as electromagnetic induction. ഒരു മാഗ്നറ്റിക് ഫീൽഡില് വെച്ച കോയില് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും കോയിലും അടുത്തടുത്തുണ്ട്, അവര് തമ്മിൽ ഒരു മൂവ്മെന്റ് വരുമ്പോൾ എന്ത് വരും? an EMF is induced in the coil. അതായത് ഈ കോയിലിൽ എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാകും. നമ്മൾ പഠിച്ചതാണല്ലേ? അഞ്ഞ് ഇവിടെ നോക്ക്, എന്താ ഇവിടെ നാട്ടിലുള്ളത് നോക്ക്, നല്ലോണം സൂക്ഷിച്ച് നോക്കിക്കോ. ഇവിടെ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഉണ്ടല്ലോ. ഓക്കെ, ഉണ്ട്. നോർത്ത് എപ്പോഴും മാഗ്നറ്റിന്റെ ഡയറക്ഷൻ കൂടെ വരും. മാഗ്നറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും അറിയോ? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇങ്ങനെ എങ്ങോട്ടായിരിക്കും? അങ്ങനെ എപ്പോഴും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും. നോർത്ത് ടു സൗത്ത് ആണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആണല്ലോ. മാഗ്നറ്റ് അങ്ങോട്ട് മൂവും ചെയ്യില്ലല്ലേ? പക്ഷെ ആര് കറങ്ങുന്നുണ്ട്? നമ്മളെ ആർമേച്ചർ കോയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഉറപ്പായിട്ടില്ലേ? അപ്പൊ ഇവരമ്മില്ലേ മാഗ്നറ്റ്, നേരത്തെ പറഞ്ഞ സാധനമായില്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് കോയിൽ ചേഞ്ചസ്. അപ്പൊ എന്തുണ്ടാവും? ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യും? EMF
ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു മാഗ്നറ്റ് വെക്കുക, നല്ല സ്ട്രോങ് മാഗ്നറ്റ് വെക്കുക അല്ലെ. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം. എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഇരുമ്പിന്റെ വടിയോ എന്തെങ്കിലും ഒരു മെറ്റലിന്റെ ഇതേപോലെ ഒരു ആർമേച്ചർ കോയിൽ ഷേപ്പ് ഇതാവണമെന്നില്ല, വേണം സർക്കുലർ ആവാം, എന്ത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ചും കൂടി നല്ലതാവാൻ വേണ്ടി ഷേപ്പ് ആക്കിന്നുള്ളൂ. എന്ത് ചെയ്ത് ഇവിടെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ട് കറക്കുന്നു, വെള്ളമോ അല്ല വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്തുണ്ടാവും? ഇവിടെ കറണ്ട് ഉണ്ടാകും. നമ്മുടെ ABCD അല്ലെ, അവിടെ കറണ്ട് ഉണ്ടാകും. ഓക്കെ, ആ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്തെത്തിക്കും, നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കും. അങ്ങനെ വെറുതെ ഒന്നും പുറത്തെത്തിക്കാൻ പറ്റൂല, ചില കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായി പറയാം. എന്ന് പറഞ്ഞാൽ തീരൂല. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇത്ര പഠിക്കുക. എന്തൊക്കെ, എങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ജനറേറ്റർ കറണ്ട് ഉണ്ടാക്കുന്നത്? എന്താ, ഈ ഡെഫിനീഷൻ പഠിച്ചാൽ മതി. ജനറേറ്റർ എന്താന്ന് വെച്ചാൽ ഈ ഡെഫിനീഷൻ ആദ്യം ചെയ്താ, ജനറേറ്റർ ഡിവൈസ് വിച്ച് മെക്കാനിക്കൽ എനർജി അല്ലെ. ഞാൻ പറഞ്ഞില്ലേ മെക്കാനിക്കൽ എനർജി അല്ലെ, ഈ കറങ്ങുന്നത് മെക്കാനിക്കൽ എനർജിയാ. കറങ്ങുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജിയാ. അതിനെന്തിലേക്ക് മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെ? ത്രൂ ഏത് പ്രോസസ്സ്? ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, EMI. ഓക്കെ, അപ്പോ ജനറേറ്റർ എന്താന്ന് വെച്ചാൽ ആദ്യം ഡെഫിനിഷൻ ചെയ്ത ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, എന്നിട്ട് സ്ട്രക്ചർ പഠിക്കാം. എന്നിട്ട് എന്താ സംഭവം? നമുക്ക് വേർഡ്സിൽ വേണമെങ്കിൽ എഴുതാം. വി റൊട്ടേറ്റ് the armature coil by using an external force. When the armature coil rotates in the magnetic field of the field magnet, an EMF is induced or produced in the armature coil. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. ഇനി കുറച്ചും കൂടി അതിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ കൂടി വരാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലായി പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതുവരെയുള്ള ഭാഗം പഠിച്ചാൽ, അത് ഞാൻ പറഞ്ഞ SSLCക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഈ ജനറേറ്ററുടെ ഭാഗം. കാരണം സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന സാധനം, എന്തായാലും ഇവിടെ എന്തെങ്കിലും ചോദിക്കാതെ വിടൂല. അത് ഈ 3 മാർക്ക് 4 മാർക്കിനെ ചോദിക്കലുള്ളൂ, അതിന്റെ കുറച്ചൊരു ചോദിക്കൂല എന്തായാലും. ഓക്കെ, അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളത് നിർബന്ധമായിട്ട് നോക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പാർട്സ് എന്ന് ഈ ഡെഫിനീഷന്, പിന്നെന്താണ് ഇതാ ഈ സാധനം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഈ സാധനമൊക്കെ പഠിച്ചു വരാം. പോരാത്തതിന് ഈ റൂളും കൂടി പഠിക്കണം കേട്ടോ. ഈ റൂള് ഇനി അടുത്ത ക്ലാസ്സിൽ ബബ്ബ് പറയരുത് കേട്ടോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഒന്ന് ജസ്റ്റ് നോക്ക്, കാണാൻ പഠിക്കൊന്നും വേണ്ട. ഈ 3 ആരക്ക തമ്മിലുള്ള ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നതാ ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഇതാ 3 ചോദ്യങ്ങളുണ്ട്. ഈ 3 ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കും. ഇതിന്റെ ഉത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയൂല, ഞാൻ വിളിക്കുന്ന ആള് ഓരോന്ന് പറയേണ്ടി വരും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണം. അപ്പൊ അതിന് എന്തൊക്കെ വേണം? ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ വേണം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി ഒരു ഐഡിയ വേണം, ഈ സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ വേണം. ഒന്ന് നോക്കി നോക്ക്, രസമുള്ള സാധനം. ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റക്ക് പഠിച്ചാൽ ഇതേപോലെ മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ ഒരു കാലത്തും നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ട, നിങ്ങളെ മനസ്സിലാവും, മറന്നൊന്നും പോവില്ല, ഒരിക്കലും മറന്നുപോയില്ല ഇങ്ങനത്തെ സാധനം. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളോട് എന്ത് ചെയ്യാം, വലിയൊരു കാൽക്കുലേഷൻ അല്ലെ വലിയൊരു ഇക്വേഷൻ ഒക്കെ ഇട്ടിട്ട് F=2 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇക്വേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഇക്വേഷൻ ഒക്കെ പെട്ടെന്ന് ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ ഫിസിക്സിലൊക്കെ കാണുന്നതാ, പെട്ടെന്ന് F=mv²/r എന്നുള്ള ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറയും. അപ്പൊ ഇക്വേഷൻ കുട്ടിക്ക് അറിയാം, കുഴപ്പമില്ല. പക്ഷെ അത് ഒരിക്കലും ഉപയോഗിച്ച് നോക്കിയില്ല, എക്സാം ആകുമ്പോഴൊക്കെ ഉപയോഗിച്ച് അപ്പൊ പെട്ടെന്ന് ഉത്തരം കാണില്ല. അപ്പൊ മറിച്ച് ഇത് നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും അല്ലെ ഒരു 100ഉം 200 കൂട്ടാൻ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഓട്ടോമാറ്റിക് ഉത്തരം വരും. അല്ലെങ്കിൽ 10-20 അല്ലെ 5-7 കൂട്ടി നിങ്ങളെ മനസ്സിൽ ഓട്ടോമാറ്റിക് ഉത്തരം വരും. എന്തുകൊണ്ടാണ്? നിങ്ങൾ അത്രയും ചെറുപ്പത്തിൽ കൂട്ടി പഠിച്ചിട്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എക്സാം പഠിപ്പിച്ചതൊക്കെ കാണാതെ പഠിക്കണേ കാണാപ്പാടം ഇങ്ങനെ പറഞ്ഞു പഠിക്കും. എന്നിട്ട് എക്സാമിന് പോയിട്ട് തെറ്റിക്കും. ചിലപ്പോ ഈ റിങ് ചിത്രം തന്നതിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഒരാകെ പഠിച്ചാൽ അതായിരിക്കും, എന്തെങ്കിലും കാണാതെ പറയാനായിരിക്കും. ഈ ചിത്രം നല്ലോണം നോക്കി കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവിടെ മോട്ടോറാണോ ജനറേറ്റർ ആണോ നോക്കാൻ അറിയാനുണ്ടാവില്ല.
ഇനി എങ്ങനെ കറണ്ട് ഉണ്ടാവണമെന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് മാറ്റി ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ SSCക്ക് 3 അല്ലെങ്കിൽ 4 മാർക്ക് ഈ ജനറേറ്റർ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് വരും. 3 അല്ലെങ്കിൽ 4. 4ആണ് പൊതുവെ കണ്ടുവരാറ്. ചോദ്യം ഇതുമാണ്. ചോദ്യം ഞാൻ അധികം പറഞ്ഞു. എന്താണ് ഫസ്റ്റ് ചോദ്യം? ചിത്രം തരും, ഐഡന്റിഫൈ ദ ഡിവൈസ്. അതായിരിക്കും ഫസ്റ്റ് ചോദ്യം, 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിനെ പറ്റി അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്ക്. 1 മാർക്ക് 2 മാർക്ക്. മൂന്നാമത്തെ ചിലപ്പോൾ ഈ റിങ്ങിനെ കുറിച്ച് ചോദിക്കും. അടുത്തത് സ്പ്ലിറ്റ് റിങ്ങിനെ പറ്റി ചോദിക്കും. ഈ റിങ്ങുകളെ പ്രത്യേകത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം പോലെ തോന്നും. ഓക്കെ, അതൊക്കെയാണ് സ്ഥിരമായി കണ്ടുവരാറ്. അപ്പോ ഈ ചോദ്യങ്ങൾ പേജ് നമ്പർ 51 ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഒന്ന് വായിച്ചു നോക്കുക സ്വന്തമായിട്ട്. രസാണ്. ആ വിരലൊക്കെ ഒന്ന് വെച്ച് നോക്കി. ABCD എന്നൊക്കെ ഉള്ള ഈ കറണ്ട് അങ്ങോട്ട് പോകുമ്പോ അല്ലെ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കിട്ടും. പേജ് നമ്പർ 51 അപ്പൊ 4 ചോദ്യങ്ങൾ നോക്കട്ടോ, നിർബന്ധമാണ്. നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഇല്ല, ഡൗട്ടൊന്നുമില്ല. ധൈര്യത്തിൽ ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടഫ് ടോപ്പിക് ആണ്. ഇനി കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും അടുത്തത് പറയുമ്പോൾ. ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. ഇല്ല, ഡൗട്ടൊന്നുമില്ല. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് കാണാം. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി, താങ്ക് യു. Thank you, sir.